കുക്ക് വിത്ത് പിട്ടാപ്പള്ളിയുടെ സെക്കൻഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒപ്റ്റിമയുടെ ഒരുപാട് പ്രോഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സീരീസിൽ എയർ ഫ്രയറും ഗ്രിൽ മേക്കർ, അതുപോലെ ഗ്രൈൻഡർ മിക്സർ, പല ഐറ്റം ന്യൂട്രി മിക്സർ എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒപ്റ്റിമയുടെ തന്നെ ഒരുപാട് ഫീച്ചറോട് കൂടിയ ഈ ഒരു OTGനെ പറ്റിയാണ്. അപ്പോൾ ഇതിന്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണ് ചേച്ചി? ഇത് OTG എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓവൻ, ടോസ്റ്റർ, ഗ്രില്ലർ അതാണ് ഉദ്ദേശിക്കുന്നത്. ബേക്ക് ചെയ്യാം, നമുക്ക് ടോസ്റ്റ് ചെയ്യാം, ഗ്രില്ല് ചെയ്യാം. പിന്നെ നമുക്ക് പപ്സ്, സമൂസ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വരുന്നത് ഒരു ബേക്കിംഗ് ട്രേ ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാം. ഇത് വരുന്നത് നമുക്ക് ട്രേ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വരുന്നത്. നമുക്ക് ചൂടൊക്കെ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിന്റെ ഓയിലും മസാലയൊക്കെ താഴെ വീഴും. അപ്പൊ അതിന് വേണ്ടി അത് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അടുത്തൊരു ക്രം ട്രേ എന്ന് പറയുന്നത്. നമുക്ക് ഇതെടുത്ത് വാഷ് ചെയ്യാം, നമുക്ക് എല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്, വാഷബിൾ ആയിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് മേളിലും താഴെയും 2 കോയിൽ വരുന്നുണ്ട്, ഒരേപോലെ തന്നെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇപ്പം നമ്മളൊരു ബേക്ക് ചെയ്തു, ജസ്റ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് എടുത്തു കഴിയുമ്പോൾ മേളിൽ മാത്രം നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ബ്രൗണിഷ് ചെയ്യണം, അല്ലെ ജസ്റ്റ് ഒന്നുകൂടി വേഗണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോയിൽ സെലക്ഷൻ വരുന്നുണ്ട്. താഴെ കോയിൽ സെലക്ട് ചെയ്യാം, മേളിലും താഴെ കൂടെ ആയിട്ട് ഒരുമിച്ച് കോയിൽ സെലക്ട് ചെയ്യാം. കറക്റ്റ് ഇത് വരണുണ്ടോ? ഇത് ഇവിടെ ഉണ്ട്. അതെ. അപ്പൊ അതങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ മേളിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ മാത്രമായിട്ടുള്ള ആ ഒരു ഇതിൽ ചെയ്താൽ മതി. അപ്പൊ അവിടെ മാത്രം വരും. ഇനി താഴെ മാത്രം നമുക്കൊന്നുകൂടി ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്തെ കോയിൽ മാത്രം സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ മാത്രം ഇതാണ്, പോയിന്റ് ഇട്ടാൽ മതി, മാറ്റിക്കൂട്ടാൽ മതി. ഇത് വരുന്നത് നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ബേക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 230 ഡിഗ്രി നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, എന്നിട്ട് ടൈം സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ്സ് ഒക്കെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെന്താ, കേക്കാണ് മെയിൻ ആയിട്ട്. ഓവൻ, ടോസ്റ്റർ, ഗ്രില്ലർ എന്ന് പറയുന്നതാണ് ബേക്കിംഗ് ആണ് മെയിൻ ചെയ്യാൻ പറ്റുന്നത്. കറണ്ട് ഇപ്പൊ നമുക്ക് കപ്പാസിറ്റി കൂടിയ അനുസരിച്ച് 1800, 2000 വാട്ട്സ് അങ്ങനെ വരും. അപ്പൊ കപ്പാസിറ്റി കൂടിയെന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ പെട്ടെന്ന് വെന്തെടുക്കാനും ഗ്രില്ല് ചെയ്യണമെങ്കിൽ ടൈം കുറച്ചുകൂടി കൂടുതൽ വേണം. അതിനാണ് നമുക്ക് ടെമ്പറേച്ചർ കൂടുതൽ വരണമല്ലോ, അതുകൊണ്ടാണ് വാട്ട്സ് കൂടുതൽ വരുന്നത്. പിന്നെ ഇതിൽ തന്നെ ഇതിപ്പോ ചെറിയ മോഡൽ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൽ റോട്ടസറി ഫംഗ്ഷൻ വരുന്നുണ്ട് OTGയിൽ. ഇപ്പൊ ചിക്കനൊക്കെ നമ്മൾ തന്തൂരിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കുത്തി. അപ്പൊ ആ കമ്പി ഇവിടെ 2 സൈഡിലും ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ഒരു കമ്പി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 45 ലിറ്റർ 60 ലിറ്ററിലൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഒപ്റ്റിമയുടെ OTGയുടെ ഫീച്ചേഴ്സ്. അപ്പൊ ഇതിലെങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ലോഡഡ് ഫ്രൈസ് ചെയ്യാമെന്ന് നോക്കാം. ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് ചിക്കൻ ക്യൂബ്സ് ആക്കിയത്, അതുപോലെ ഇപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് മുളക് പൊടി വേണം, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മാരിനേഷനിലേക്ക് പോകാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്, 1.25 ടീസ്പൂൺ മതി. ഗരം മസാല 1/2 ടീസ്പൂണോളം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, 1/2 സ്പൂൺ സോയാ സോസ്. മാരിനേഷൻ്റെ ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ട ഡയറക്റ്റ് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ചിക്കൻ്റെ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് OTGയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ട്രെയിലാണ് ഫ്രഞ്ച് ഫ്രൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് അപ്പോൾ ട്രെയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയറാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണം. ഇതൊന്ന് ബേക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് വെക്കുമ്പോൾ ഈ ഒരു കറക്റ്റ് ലെയർ കറക്റ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുക്കിങ്ങിൻ്റെ വേവിന് വ്യത്യാസങ്ങൾ വരും. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് വെക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം, ഓയിൽ ഫ്രൈ. ഇപ്പോൾ ഒപ്റ്റിമയുടെ തന്നെ കുക്ക് വെയർസ് കുറേ ഉണ്ട്, അതിൻ്റെ തന്നെ ഒരു ഫ്രൈ പാനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു ഓയിൽ ഫ്രൈ ആയിട്ട് എടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കണത്. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക, ഒരുപാട് ഹാർഡായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട.
ഇതിന്റെ വേവ് ഒക്കെ ഒന്ന് നോക്കണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ നോക്കാൻ പറ്റും. എന്താ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അതെ. അപ്പൊ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കിയിട്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ ഇതില് എന്നിട്ട് ഇതുണ്ടോ ഇപ്പൊ ട്രൈ ഇങ്ങനെ എടുത്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് നമുക്ക് എടുത്തു. അപ്പൊ ഏകദേശം ഇത് ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാര്യം ഇത് ചില സമയങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ആക്കിയാൽ പിന്നെ അതിന്റെ ഒരു ഇത് പിന്നെ ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഇതിന്റെ ആവശ്യം വരില്ല, നമുക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. നല്ലൊരു ഓപ്ഷനാണ്. 1500 വാട്ട്സേ വരണുള്ളൂ. വെച്ചിട്ട് ടൈം ഡിലേ വരും. കുറച്ചുകൂടി വാട്ട്സ് കൂടിയതിലാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കുക്കിംഗ് നടക്കും. ഫാസ്റ്റ് ആയിട്ട് വാട്ട്സ് കൂടുതൽ വരുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് കുക്കിംഗ് നടക്കും. ആ ഒരു ഡിഫറൻസ് വരും. ഒരു ഷാലോ ടൈപ്പ് ഫ്രൈ മതി. ഇതിപ്പോൾ നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്. നോൺ സ്റ്റിക്കിന്റെ വരുന്നുണ്ട്, നോൺ സ്റ്റിക്ക് പാൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് വരുന്നത്. ഗ്രാനൈറ്റ് കോട്ടിംഗ് ആകുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും നമുക്ക്. നോൺ സ്റ്റിക്കിന്റെ ഇത് വരുമ്പോഴത്തേക്ക് ഓയിലും കുറച്ചുകൂടെ ഓയിലും കുറച്ച് മതി, അടിക്ക് പിടിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് നല്ല ഫീച്ചേഴ്സുകൾ വേണമല്ലേ. അപ്പോൾ ഒപ്റ്റിമയുടെ കുക്ക്വെയർ സെറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പിട്ടാപ്പള്ളിയിൽ ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. ഓൺലൈനിലും ചെയ്യാം. പിട്ടാപ്പള്ളി ഓൺലൈനിലും ഉണ്ട് അല്ലേ. ചിക്കൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതാണ്. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കുക്കായൊന്ന് നോക്കാം അല്ലേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസിന് നമുക്ക് നല്ലൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ബട്ടർ വേണം, മൈദ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, മിൽക്ക്, ക്രഷ്ഡ് ചില്ലി, ഗാർലിക് പേസ്റ്റ്, പിന്നെ സ്ലൈസ് ആയിട്ടുള്ള ചീസും കൂടി. ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ലോഡഡ് ഫ്രൈസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറുകൾ, തന്തൂരിയുടെ സോസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചീസ് സോസ് എന്ന് പറയുന്നതിന് ചീസൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ചീസിൻ്റെ ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വ്യത്യസ്ത ഫ്ലേവറാണ്. ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മൈദ, ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഈ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു മെൽറ്റ് ആയ ശേഷം ഇതൊരു 100 ml പാല് ഒഴിച്ചു കൊടുക്കാം. ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ആ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ഇതിന് വേണ്ടി എടുത്തത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടിട്ടുണ്ട് 3 സ്ലൈസ് ആയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ കാശ്മീരി പൊടിയാണ്. ഒരു ചെറിയൊരു സ്പൈസി ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു പരുവമാണ് ഇതിൻ്റെ സോസിൻ്റെ ഒരു വരുന്നത്. ഈ ഒരു സോസ് കൂടാതെ മയോണൈസിൽ തന്നെ നമുക്ക് ഈ ഒരു മറ്റേ ടൊമാറ്റോ പേസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കിയിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിനോട് ടേസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് തന്നെ പറ്റും. ഒരു നുള്ളുപ്പ് അവസാനം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഒപ്റ്റിമയുടെ 3-in-1 പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ എഗ് ബീറ്റ് ചെയ്തെടുക്കാനും അങ്ങനെ തൈരൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ഇത് വെച്ചിട്ട് ഇതുണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ലോക്കാവും. ഈ ഒരു ലോക്കാണ് അതിൻ്റെ കറക്റ്റ് വരുന്നത് അല്ലേ. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ മതി. എളുപ്പത്തിനപ്പോൾ ചെയ്യാം. പ്രസ് ആയി. പിന്നെ ഇതിൻ്റെ ബട്ടൺ 2 ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. ഇതാണോ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് ക്രീമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എഗ് ബീറ്റ് ചെയ്യാം, ക്രീമൊക്കെ ചെയ്യാം. അത് ഇത് വരുമ്പോഴത്തേക്ക് ഇത് മാറ്റിയിട്ട് വരുന്നത് ഇതാണ്ടോ. ഇതിങ്ങനെ ലോക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കണക്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ചെറിയ ചെറിയ മിൻസ് ആയിട്ട്, പിന്നെ ഇറച്ചിയൊക്കെ നമുക്ക് മിൻസ് ചെയ്തെടുക്കാൻ പറ്റും. കട്ട്ലേറ്റിനൊക്കെ പിന്നെന്താ കട്ട്ലേറ്റിനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ലോക്കാണ്. ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഇതാണ് എല്ലാത്തിൻ്റെയും മോട്ടോർ യൂണിറ്റ്. ഇതിങ്ങനെ വെച്ച് ഇതുപോലെ തന്നെ എന്നിട്ട് ബട്ടൺ ഞെക്കുക. ഒപ്റ്റിമയുടെ ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നല്ല മയോണൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മിൽക്കാണ് എടുത്തേക്കണം. 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, വിനാഗിരി എടുത്തിട്ടുണ്ട്, 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഈ ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ഗാർലിക്
1 ടേബിൾ സ്പൂണോളം വിനാഗിരി. ആദ്യം നമുക്ക് സ്ലോ സ്പീഡിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കറക്റ്റ് ബൗളിൽ തന്നെ മെഷർമെൻ്റ് എടുത്താൽ നല്ല കറക്റ്റ് മയോണൈസ് കിട്ടും. നമ്മൾ പാലെടുക്കുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ട് നമ്മുടെ ഇഷ്ടത്തിന്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സോൾട്ട് ആഡ് ചെയ്യണത്. ഒരു പിഞ്ച് മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടാൽ നല്ലൊരു കുരുമുളകിൻ്റെ ഫ്ലേവർ വരും. എത്ര വേഗമാണ് നമ്മുടെ മയോണൈസ് ആയത്. ലോഡഡ് ഫ്രൈസിൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ, അതുപോലെ അതെ മുസറല്ല ചീസ് ടോപ്പിലിടാൻ, നമ്മുടെ ചീസി ആയിട്ടുള്ള സോസ്, മയോണൈസ്. അപ്പോൾ ഇതെങ്ങനെ ബേക്കിംഗ് ട്രേയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ഫസ്റ്റ് ലെയർ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇടാൻ പോണത്. ഈ ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് കഴിക്കാവുന്ന രീതിയിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൽ സോസൊക്കെ ഒന്ന് എളുപ്പത്തിന് പിടിക്കും. സെക്കൻഡ് ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചീസ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മയോണൈസ്, മറ്റേ ചീസും ഇടാം. നമ്മുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല മുസറല്ല ചീസൊക്കെ ഇട്ട് ചീസി സോസൊക്കെ ഒഴിച്ച് നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. നമ്മുടെ ഫൈനൽ സ്റ്റേജാണ്. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയത്. നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയി തോന്നുന്നു. നോക്കിയാലോ? അടിപൊളി, നല്ല സ്മെല്ലും വന്നുണ്ട്. നോക്കിക്കോട്ടെ, നല്ല ക്രീമി ആയിട്ടുള്ള. അപ്പോൾ ഒപ്റ്റിമയുടെ ഒരുപാട് നല്ല പ്രോഡക്റ്റുകളാണ് പിട്ടാപ്പിള്ളിയുടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പിട്ടാപ്പള്ളിയുടെ തന്നെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നോ അടുത്തുള്ള പിട്ടാപ്പള്ളി ഷോറൂമിൽ നിന്നോ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.